കുറച്ച് ക്യാഷ് കിട്ടുന്ന കാര്യം കുറച്ച് പ്രശ്നങ്ങളായിരിക്കാണ്. അതെന്താന്ന് വെച്ചാൽ ഞങ്ങൾ ആദ്യം നമ്മുടെ അക്കൗണ്ട് നമ്പർ ചേഞ്ച് ചെയ്യണേല് ഏട്ടങ്ങൾ പുതിയ അക്കൗണ്ട് എടുത്തിട്ട് പോയിട്ട് നമ്മൾ അത് കൊടുക്കുക ചെയ്തത്. അത് കൊടുത്തപ്പോ നമ്മൾ അടിച്ചതില് എന്തായാലും എനിക്കറിയില്ല, ഞങ്ങൾ കുറെ വട്ടം നോക്കിയിട്ടൊക്കെയാണ് അടിച്ചത്. പക്ഷെ രണ്ട് നമ്പർ മാറിപ്പോയി. അതാണല്ലോ, രണ്ട് നമ്പർ മാറിപ്പോയി. അപ്പൊ നമ്മൾ പേയ്മെന്റ് 21 തൊട്ട് 27 വരെ നമുക്ക് വരുമല്ലോ. പക്ഷെ അത് അത്രയും ദിവസം അപ്പൊ ഞങ്ങൾക്ക് അതിൽ ഗൂഗിൾ പേ ഉണ്ടായിരുന്നില്ല. പിന്നെ ബാങ്കിലേക്ക് വിളിച്ചു ചോദിക്കും പിന്നെ പേയ്മെന്റ് വന്നിട്ടുണ്ടോ. അത് 27 ഇപ്പോഴും വന്നിട്ടില്ല. അപ്പൊ എനിക്ക് സംശയം തോന്നിട്ട് ഞാൻ ആക്സൻസിൽ ഇങ്ങനെ ചെക്ക് ചെയ്തോണ്ടിരിക്കുമ്പോഴാണ് ലാസ്റ്റ് നമ്പർ ഇങ്ങനെ ലാസ്റ്റ് നമ്പർ നമ്മുടെ ബാങ്ക് നമ്പർ ഞാൻ ലാസ്റ്റ് അത് നമ്മൾ. പക്ഷെ അത് പിന്നീട് ഒരു സംശയം വന്ന് നോക്കിയപ്പോ നമ്മുടെ ആകെ ടെൻഷനായി. ബാങ്കിൽ പോയപ്പോ പറഞ്ഞു ഇങ്ങനെ ഒരു അക്കൗണ്ട് ഇപ്പൊ ഇല്ലാന്നാണ് പറഞ്ഞത്. അങ്ങനെ അക്കൗണ്ട് ഇല്ല നമ്പറിൽ, അതുകൊണ്ട് ബാങ്കിൽ പോയി ഹോൾഡാക്കി എടുക്കണമെന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ സമാധാനം. പിന്നെ അത് നോക്കിയപ്പോഴാണ് പറയുന്നത് അങ്ങനെ ഒരു അക്കൗണ്ട് ഉണ്ട് ഭയങ്കര ടെൻഷനായി. അപ്പൊ ബ്രാഞ്ചിലേക്കാണ് പോയി തുടങ്ങും. ഞങ്ങൾക്ക് ഭയങ്കര ടെൻഷനായിട്ടാ. എന്നിട്ട് നോക്കി പറഞ്ഞു ആ ബാങ്കിലേക്ക് കാശ് വന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ചെക്ക് ചെയ്തു. അപ്പൊ പോണില്ല. അപ്പൊ എന്താ വെച്ചാൽ സ്വിഫ്റ്റ് കോഡും കാര്യങ്ങളൊക്കെ തെറ്റായോണ്ട് അവര് അത് ഇട്ട് കൊടുത്തിട്ടില്ല ബാങ്കിലേക്ക്. അപ്പൊ അവർ പറഞ്ഞു ഇത്ര ദിവസം കൊണ്ട് റിട്ടേൺ പോവും. റിട്ടേൺ പോയിട്ട് നിങ്ങൾക്ക് അപ്പൊ റിട്ടേൺ പോകുന്നത് കാണല്ലേ. എന്ന് വെച്ചാൽ ബാങ്ക് അവധി. ആ സമയത്താണെങ്കിലോ ബാങ്ക് അവധി 4 ദിവസമൊക്കെ ബാങ്ക് അവധി. നമ്മൾക്ക് ഇങ്ങനെ ഓരോ കാര്യം ചെയ്യുമ്പോൾ പറഞ്ഞത് ഇത്ര വർക്കിംഗ് ഡേയ്സ് ആകെ ടെൻഷനായി. അതായത് നമുക്ക് കുറച്ച് കുഴപ്പമില്ലാത്തൊരു എമൗണ്ട് ഉണ്ടായിരുന്നു. അപ്പൊ അത് ഞങ്ങൾ ശരിക്കും വിചാരിച്ചു നഷ്ടപ്പെട്ടു. അത് നമ്മളത് വിചാരിച്ചിട്ട് നമ്മൾ കുറെ കാര്യങ്ങൾ തീരുമാനിച്ചു വെച്ചു. ചെറിയ ഉപദേശം നമ്മളെടുത്ത് ചാടി പോകുമ്പോൾ പിന്നെ അവിടെയാണ് നമ്മൾ അനുഭവിക്കുന്ന ഓരോ കാര്യങ്ങളുണ്ടെങ്കിൽ അത് എത്രത്തോളം വലുതാണ്. ഇത്രയും വർഷം ഈ വീട്ടിൽ ജീവിച്ചിട്ടുള്ള ആൾക്ക് ഇത്ര ബുദ്ധിമുട്ടോ വിഷമോ ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ ഞങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് ഓരോ ഘട്ടത്തിലും കാശിന് വേണ്ടി ഞാനും രാജേട്ടനും ഊറ്റിക്ക് തീർന്നത്. ഇപ്പോ ഈ 2 ദിവസം മുന്നേ അടക്കം കാശിന് വേണ്ടി ഞാനും രാജേട്ടനും ഉരുകിയുണ്ട്. ഇപ്പോഴും യുരിക്കാനുള്ള കാര്യങ്ങളോട് ഇരിക്കുന്ന ആൾക്കാരാണ് ഞങ്ങൾ. അങ്ങനെയൊക്കെ തന്നെയാണ് ഞങ്ങളും മക്കളെ വക ഇന്നിട്ട് കൊടുക്കിക്കോ അവരുടെ ഒരു കാര്യം ഒരു കൊടുമ്പോ അവരുടെ ബുദ്ധിമുട്ടോട് ഞങ്ങൾ കാണിക്കുന്നില്ല. പിന്നെ കുറെ ആൾക്കാർക്കുള്ള പ്രശ്നം ഞങ്ങൾ വീട് പുതുക്കി അതായത് ഒരു വാഹനം ഈ തള്ളരയിൽ കുറെ കാശാണ്. അതാണ് ഞങ്ങളുടെ വീട് ഞങ്ങൾ ഉപ്പുമുളക് ലൈറ്റ് ഫാമിലി അറിയാത്തവരായിട്ട് ആരും ഉണ്ടായിരിക്കത്തില്ല. അവരുടെ ഫാമിലി വ്ളോഗൊക്കെ കാണുന്നവരായിട്ട് ഒരുപാട് പേരുണ്ടായിരുന്നു. സോ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് അവരുടെ കുടുംബത്തിലെ ഏറ്റവും ഇളയ കുട്ടിയെ നന്ദന ഉണ്ടെങ്കിൽ ഒളിച്ചു കൊടുക്കുന്നത്. അത് ഭയങ്കരമായിട്ട് ഒരു ന്യൂസായിട്ടൊക്കെ പോകുന്ന സമയത്ത് ഇവർ മാറി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വീഡിയോ ഇടുന്നുണ്ടായിരുന്നു. ഇതിങ്ങനെ അങ്ങനെയാണെന്ന് പറഞ്ഞ് പല രീതിയിലുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇപ്പോൾ ഉണ്ടെങ്കിൽ നന്ദന ഉണ്ടെങ്കിൽ തനിക്ക് നടന്നൊരു കാര്യത്തെ പറ്റി പറഞ്ഞുകൊണ്ടൊരു വീഡിയോ ഇട്ടിരുന്നത്. ഇതേ കണക്കുണ്ടെങ്കിൽ യൂട്യൂബിൻ്റെ പണം കിട്ടുന്നതിന് വേണ്ടി അക്കൗണ്ടൊക്കെ ആഡ് ചെയ്ത സമയത്ത് അതിൻ്റെ നമ്പർ മാറിപ്പോവുകയും അതിനെ തുടർന്ന് ഭയങ്കരമായിട്ട് കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണ് പിന്നെ ബാക്കിയെല്ലാം ശരിയാക്കി എന്നുള്ള രീതിയിലൊക്കെ ഉണ്ടെങ്കിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്കുണ്ടെങ്കിൽ നന്ദനയുടെ പേരൻസിൻ്റെ വേറൊരു രീതിയിലാണ് വീഡിയോ ഇട്ടിരിക്കുന്നത്. അത് മുതലെടുക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ അവരെ ഭയങ്കരമായിട്ട് കുറ്റപ്പെടുത്തുന്ന രീതിയിൽ പറയുന്നുണ്ടായിരുന്നു. അവർക്ക് ഭയങ്കര ദാരിദ്ര്യമായിരുന്നു. ഇതേ കണക്കുണ്ടെങ്കിൽ വീട്ടിൽ നിന്ന് പോകുന്നവരുടെ എല്ലാ അവസ്ഥ ഇതാണ്. സോ അതുകൊണ്ട് ഇങ്ങനെ പേരൻസിനെ ഭയങ്കരമായിട്ട് വിഷമിച്ചിട്ട് പോകാൻ പാടില്ല. അങ്ങനത്തുള്ള ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. സോ ഇതങ്ങനത്തുള്ള വീഡിയോസ് അവർ മാറി ഇടുകയാണ്. അവർ ഒരു വീഡിയോ ഇട്ട് അവർ വേറൊരു വീഡിയോ ഇടുന്നത്. സോ ഇങ്ങനെ അടിച്ചടിച്ചിരിക്കുന്നത് തീർച്ചയായിട്ടും ഉണ്ടെങ്കിൽ വീട്ടുകാരുടെ സമ്മതം ഇല്ലാതൊക്കെ ഒരു കല്യാണം കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വീട്ടുകാർക്കൊരു വിഷമം ഉണ്ടായിരിക്കും. പക്ഷേ ഇരുന്നാൽ പോലും ഉണ്ടെങ്കിൽ അവർ നല്ല രീതിയിൽ ജീവിക്കണമെന്ന് മാത്രമേ ആഗ്രഹിക്കാൻ പാടുള്ളൂ. അതല്ലാതെ അവരെന്തെങ്കിലും വീഡിയോ അത് ഇതേ കണക്കുണ്ടെങ്കിൽ അതിനൊരു ബദലായിട്ട് വീഡിയോ ഇടാൻ പാടില്ല. എന്നിരുന്നാൽ പോലും ഇത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ രണ്ടുപേരും ഭയങ്കരമായിട്ട് പൈസ സമ്പാദിക്കുന്നുണ്ട്. ഒരാൾ ഒരു വീഡിയോ ഇട്ട് അതിന് ബാക്കിയുള്ളവർ മറുപടിയായിട്ട് വേറെ വീഡിയോ ഇടുന്നു, അല്ലെങ്കിൽ ഈ കോൺട്രവേഴ്സി സംസാരിച്ച് വേറൊരു രീതിയിൽ അങ്ങനെ വീഡിയോ ഇട്ട് ഇവരുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് പൈസ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് പേര് ഇതേ കണക്കാണ് തൻ്റെ വീട്ടിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും വെളിയിൽ പറയുകയും അതിൽ നിന്ന് പൈസ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ആരെങ്കിലും എന്തെങ്കിലും കുറ്റം പറഞ്ഞാൽ അത് അങ്ങനെയൊന്നും പറയാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷേ ആദ്യമേ ഉണ്ടെങ്കിൽ സ്വന്തം വീട്ടുകാര്യങ്ങളുണ്ടെങ്കിൽ ബാക്കിയുള്ളവരെ അറിയിക്കാതിരിക്കുന്നതാണ് മെയിൻ കാര്യം. ഇപ്പോൾ എന്ത് നടന്നെന്ന് പറഞ്ഞാൽ പോലും അത് വീട്ടിൽ തന്നെ നിൽക്കണം. എല്ലാ കാര്യങ്ങളൊന്നും നമ്മളെ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ വെളിയിൽ പറയേണ്ട ആവശ്യമില്ല. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ വെളിയിൽ ആൾക്കാർ അതിൽ കമൻ്റ് ഇടുന്നതായിരിക്കും.